ചിലപ്പോൾ എൻ്റെ ആഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൂട്ടുന്നത്. പക്ഷേ ഈ മത്സരത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനൊരു റഫ് ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നി. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ മത്സരം നമ്മൾ തോക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പോയിന്റ് നമ്പർ 1 ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു ISL മത്സരത്തിനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വാട്ട് എ ഗെയിം ഗായ്സ്. ഈ സീസണിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചാലഞ്ചുകളിൽ ഒന്നാണ് ശനിയാഴ്ച കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത്. ഈ ലീഗിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ. ഒരു സീസണിൽ നമ്മൾ എന്തൊക്കെ കഷ്ടതയിലൂടെ കടന്നുപോയാലും ഈ ഒരു മത്സരത്തിന് മുമ്പ് വല്ലാത്തൊരു ഹൈപ്പ് തന്നെയാണ്. മോഹൻ ബഗാന്റെ ഈ ഒരു ഫിക്സ്ചറിലെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ ഈ ഒരു മത്സരത്തിലെ ഫേവറേറ്റ്സ് അവർ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള അവരുടെ അവസാനത്തെ 2 മത്സരങ്ങളിലും മോഹൻ ബഗാൻ ഗോൾ മഴ പെയ്ച്ചു. 4-3, 5-2 എന്ന സ്കോർ ലൈനിലുള്ള തകർപ്പൻ ജയങ്ങൾ. ഈവൻ ഈ ഒരു സീസണിലെ കാര്യം എടുത്താൽ പോലും ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം റിവേഴ്സ് ഫിക്സറിൽ മോഹൻ ബഗാൻ നമ്മളെ 3-2 എന്ന സ്കോർ ലൈനിൽ കൊൽക്കത്തയിൽ തോപ്പിച്ചിരുന്നു. അവർ ലിറ്ററലി ഈ ലീഗ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20 മത്സരങ്ങളിൽ നിന്ന് 46 പോയിന്റ്. 2ാം സ്ഥാനത്തുള്ള FC ഗോവയ്ക്ക് വെറും 36 പോയിന്റേ ഉള്ളൂ. ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ മോഹൻ ബഗാൻ ഗോളൊന്നും വഴങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല 8 ഗോളുകളും അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം: ഈ വർഷത്തെ ലീഗ് വിന്നർ ഷീൽഡ് അത് മോഹൻ ബഗാൻ തന്നെ തൂക്കും. അതുകൊണ്ട് തന്നെ ഒരു മുൻധാരണയോടെ ഈ ഒരു ഫിക്സറിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരേ ഒരു വിന്നർ മാത്രമേ ഉള്ളൂ, മോഹൻ ബഗാൻ. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മുൻധാരണയ്ക്ക് ഇവിടെ ഒരു പ്രസക്തിയില്ല എന്ന് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ISL ചരിത്രത്തിൽ ഈ ഒരു ഫിക്സറിൽ ഇരു ടീമുകളുടെ പെർഫോമൻസുകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് വളരെ എന്റർടൈനിങ്ങും അൺപ്രഡിക്റ്റബിളും ആയിരുന്നിട്ടേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ നമ്മൾ മോഹൻ ബഗാനെതിരെ വഴങ്ങിയ 4-3 എന്ന സ്കോർ ലൈനിലെ തോൽവിയിൽ ആദ്യ ഗോൾ കൺസീഡ് ചെയ്തിട്ടും നമ്മൾ കളി 2-2 ലെവലാക്കിയിരുന്നു. അതുപോലെ തന്നെ 5-2 നമ്മൾ ഇവിടെ തോറ്റ കളിയിലും ആദ്യം ലീഡ് എടുത്തത് നമ്മൾ തന്നെയായിരുന്നു. എന്തിനേറെ പറയാൻ, ഈ സീസണിൽ മിക്കായൽ സ്റ്റാറയുടെ അവസാന മത്സരമായി മാറിയ കൊൽക്കത്തയിൽ നമുക്ക് 3-2 എന്ന സ്കോർ ലൈനിലേറ്റ ആ ഒരു തോൽവിയിലും കളി അവസാനിക്കാൻ വെറും 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് മോഹൻ ബഗാൻ 2 ഗോളുകൾ അടിച്ച് നമ്മളെ തോൽപ്പിച്ചത്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഫിക്സറിനെ എന്റർടൈനിങ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കണ്ടേ. ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് വളരെ സെൻസിബിൾ ആയിട്ട് പിച്ചിൽ നല്ല തീരുമാനങ്ങൾ എടുത്ത് കളിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫിക്സറിൽ ഒരു റിസൾട്ട് കണ്ടെത്താനാവും. ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ ഒഴിവാക്കി ഒരു ടീമിനെ പോലെ ഒറ്റ സിംഗിൾ നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ ടീം എത്ര അപകടകാരികളാണെന്ന് നമ്മൾ ഈ സീസണിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ജയം കൈവരിക്കാൻ ചെയ്യേണ്ട 5 കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. 5ാമത്തെ പോയിന്റിലേക്ക് കിടക്കുമ്പോൾ മോഹൻ ബഗാന്റെ അവിശ്വസനീയമായ ഒരു ഇൻക്രെഡിബിൾ റെക്കോർഡിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഹോസെ മൊളീന എന്ന കോച്ചിന്റെ കീഴിൽ മോഹൻ ബഗാൻ ആദ്യം ഗോൾ അടിച്ച ഒരു മത്സരത്തിലും അവർ ഇതുവരെ തോറ്റിട്ടില്ല. ഡ്യൂറൻ കപ്പിൽ ഉൾപ്പെടെയുള്ള 25 മത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു റെക്കോർഡാണിതെന്ന് നിങ്ങൾ ആലോചിക്കണം. മുൻപ് ഈ ഒരു ടീം അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ആയിരുന്ന സമയത്താണ് ഹോസെ മൊളീനയുടെ കീഴിൽ കൊച്ചിയിൽ അവർ നമ്മളെ തോപ്പിച്ച് ISL കിരീടം സ്വന്തമാക്കിയിരുന്നത്. അതിനൊക്കെ ശേഷം വീണ്ടും തിരിച്ചു മോഹൻ ബഗാനിലേക്ക് വന്ന മൊളീന ആകെ 3 മത്സരങ്ങളിൽ മാത്രമാണ് തോൽവി വഴങ്ങിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ തോൽവി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഡ്യൂറൻ കപ്പ് ഫൈനലിലായിരുന്നു. ആ ഒരു മത്സരത്തിൽ ജെയ്സൺ കമ്മിൻസ് ആണ് ആദ്യ ഗോൾ അടിച്ചതെങ്കിലും മോഹൻ ബഗാൻ പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ആ മത്സരം തോറ്റത്. അതുകൊണ്ട് തന്നെയാണ് ഈ റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഫിക്സർ കൺസിഡർ ചെയ്യാത്തത്. പിന്നീട് ISLൽ ബംഗളൂരു FCക്കെതിരെയും FC ഗോവയ്ക്കെതിരെയും ഏറ്റ തോൽവികളിൽ ഈ ഒരു റെക്കോർഡിന് ഒരു ഇളക്കവും തട്ടിയില്ല. BFCക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മോഹൻ ബഗാൻ തോറ്റപ്പോൾ ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഗോവയാണ് ആദ്യം ഗോൾ അടിച്ചത്. അതുപോലെ തന്നെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുകയും ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയിട്ടുള്ള ടീമും മോഹൻ ബഗാൻ തന്നെയാണ്. 20 മാച്ചിൽ 39 ഗോളുകൾ അവർ അടിച്ചിട്ടുള്ളപ്പോൾ വെറും 14 എണ്ണം മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ പണ്ട് കണ്ടുമടുത്തൊരു അപ്രോച്ച് ഇല്ലേ, എതിരാളി ഒരു ഗോൾ അടിച്ചിട്ട് പിന്നെ നമുക്ക് കളി തുടങ്ങാം എന്നുള്ളൊരു അപ്രോച്ച്, ആ ഒരു അപ്രോച്ചാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പണി എന്തായാലും പാളും. TG പുരുഷോത്തമന്റെയും തോമസ് ജോർജിന്റെയും കീഴിൽ ഇതുവരെ ഈ ടീം ആ ഒരു മെന്റാലിറ്റി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും നമ്മൾ ഹോം ടീമിനെ പോലെ ബിഹേവ് ചെയ്ത് കളി തുടക്കം മുതലേ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അല്ലാണ്ട് ആദ്യം തന്നെ ഗോൾ വഴങ്ങുകയാണെങ്കിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. ഈ ഒരു മത്സരത്തിന്റെ റിവേഴ്സ് ഫിക്സറിൽ നമ്മൾ തോറ്റപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എടുത്തു നിന്നത്. ഒന്ന് നമ്മുടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ, രണ്ടാമത്തേത് മോഹൻ ബഗാൻ പോലൊരു ടീമിന്റെ സ്ക്വാഡ് ഡെപ്ത്. കളി കൈവിട്ടു പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ മൊളീന ബെഞ്ചിലേക്ക് നോക്കി അവിടെ നിന്ന് ആഷിഖ് കുര്യനെ അങ്ങ് അഴിച്ചുവിട്ടു. പിന്നെ ചെക്കൻ ഇറങ്ങി കളി മൊത്തത്തിൽ മാറ്റി. വളരെ ഈസി ആയിട്ട് ആ ഒരു വിജയം നമ്മുടെ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ലക്ഷറിയാണ് നമ്മുടെ ടീമിൽ ഇപ്പോൾ ഇല്ലാത്തത്. കളിയുടെ ഗതി മൊത്തത്തിൽ തന്നെ മാറ്റാൻ കെൽപ്പുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഇല്ല. ഇതുകൊണ്ട് തന്നെയാണ് ഡിമാൻഡുകളുടെ കൂടെ നമ്മളെല്ലാവരും നല്ലൊരു സ്ക്വാഡ് ഉണ്ടാവണമെന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത്. 11 കളിക്കാരെ കൊണ്ട് മാത്രം ഒരു ടീമും ചാമ്പ്യന്മാരായിട്ടില്ല. അതിന് നല്ലൊരു കമ്പറ്റിറ്റീവ് ആയിട്ടുള്ള സ്ക്വാഡ് തന്നെ വേണം. ഇന്ന് ഞാൻ കളിച്ചില്ലെങ്കിൽ നാളെ ബെഞ്ചിലിരിക്കുന്നവൻ വന്ന് കളിച്ച് എന്റെ സ്ഥാനം അവൻ സ്വന്തമാക്കും എന്നുള്ളൊരു പേടി എല്ലാ പ്ലെയറിലും വേണം. പിന്നെ ഏതൊരു പ്ലെയറിനെ എടുത്താലും എല്ലാ ദിവസവും എല്ലാ കളിയിലും ഒരു ടോപ്പ് ലെവലിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കാനാവില്ല. അവർക്ക് ചെറിയ ഡിപ്പുകളൊക്കെ വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഈ ഒരു സ്ക്വാഡ് ഡെപ്തും ബെഞ്ച് സ്ട്രെങ്ത്തും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്നത്. ഇപ്പൊ തന്നെ മോഹൻ ബഗാന്റെ ബെഞ്ചിലിരിക്കുന്ന പ്ലേയേഴ്സിനെയൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ഇവരെല്ലാവരും ഏതെങ്കിലുമൊക്കെ ISL ടീമിന് വളരെ ഗുണം ചെയ്യാവുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷെ എന്നാലും മോഹൻ ബഗാൻ ഇവരാരെങ്കിലും വിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ലീഗ് ഇത്ര ഈസി ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാനാവില്ല. ഈ ഒരു മെന്റാലിറ്റി വന്നാൽ ഏതൊരു ടീമും പച്ചപിടിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കളിയിൽ ഒരുപാട് സമയം പിന്നിട്ടതിന് ശേഷം പ്ലേയേഴ്സ് ഒക്കെ കുറച്ചൊന്ന് ടയർഡ് ആവുമ്പോൾ മോഹൻ ബഗാൻ ഇറക്കാൻ പോകുന്ന ഓപ്ഷനുകളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ഈ കളിയുടെ ഗതി മാറ്റാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ആഷിഖ് കുര്യനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത പോലത്തെ ഒരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മുടെ പ്ലേയേഴ്സ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞു. ഒരു പരിധി വരെ ബെഞ്ചിൽ നിന്നിറങ്ങി ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ഒരു മെയിൻ ഓപ്ഷൻ ആയിരുന്നു ക്വാമെ പെപ്ര. പക്ഷേ ഇപ്പൊ നമ്മുടെ ലൈനപ്പിന്റെ ഒരു അവസ്ഥ വെച്ച് പുള്ളി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ രണ്ടാമത്തെ പോയിന്റിൽ പറയാം. പക്ഷെ അതിനു മുമ്പ് മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മൂന്നാമത്തെ പോയിന്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മോഹൻ ബഗാന്റെ വജ്രായുധത്തെ കുറിച്ചാണ്. ഇത് റയൻ മക്ലാരനോ ഡിമി പെട്രാറ്റോസോ ഒന്നും അല്ല. പെട്രാറ്റോസ് ഈ ഒരു ഫിക്ചറിൽ നമ്മളെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി മോഹൻ ബഗാൻ ലൈനപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട പ്ലെയർ ആരാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഒരിക്കലും പെട്രാറ്റോസിലേക്ക് ഞാൻ കൈ ചൂണ്ടുകയില്ല. അതിന് കാരണം ജെയ്സൺ കമ്മിങ്സ് ആണ്. ഇതിന്റെ അർത്ഥം ഞാൻ പെട്രാറ്റോസിനെയോ വേറെ ഏത് മോഹൻ ബഗാൻ പ്ലെയറിനെയോ കുറച്ച് കാണുന്നു എന്നുള്ളതല്ല. പക്ഷെ ജെയ്സൺ കമ്മിങ്സിനെ പോലൊരു പ്ലെയറിന് ഈ ഒരു മത്സരം വളരെ പെർഫെക്റ്റ് ആയിട്ട് സൂട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ ആഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്. പക്ഷെ ഈ മത്സരത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനൊരു റഫ് ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നി. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ പിന്നോട്ട് വലിഞ്ഞു കളിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ പ്രശ്നത്തിലാഴ്ത്താനുള്ള ഇനഫ് ഇൻഡിവിജ്വൽ ക്വാളിറ്റി മോഹൻ ബഗാനിലുണ്ട്. അതുകൊണ്ട് തന്നെ കളിയുടെ തുടക്കം മുതലേ നമ്മളൊരു ഇന്റന്റ് കാണിച്ച് കളിയിൽ മുൻകൈ എടുക്കണം. ഇങ്ങനെ നമ്മൾ പക്ഷേ ഡോമിനേറ്റ് ചെയ്താൽ കമ്മിങ്സിനെ പോലൊരു പ്ലെയറിന് ചിലപ്പോൾ അതൊരു വരമായി മാറിയേക്കാം. പുള്ളിയുടെ പേസും വിഷനും ഒക്കെ കളി നല്ലോണം സ്ട്രെച്ച് ആവുമ്പോൾ ഈ ലീഗിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. പ്രത്യേകിച്ച് ബെഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ കമ്മിങ്സ് കൊണ്ടുവരുന്ന ഒരു എക്സ് ഫാക്ടർ ഉണ്ട്. അതിനെ നമ്മൾ നല്ലോണം പേടിക്കണം. പെട്രാറ്റോസ് ആണോ കമ്മിങ്സ് ആണോ ഈ ഒരു ലൈനപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഇവരിൽ ആര് തന്നെ സ്റ്റാർട്ട് ചെയ്താലും അത് നമുക്കൊരു ഭീഷണിയാണ് എന്നുള്ളതിൽ ഒരു സംശയവും. ഇതുവരെയുള്ള 3 പോയിന്റുകളിൽ മോഹൻ ബഗാനെ എങ്ങനെ തടയാം എന്നാണ് നമ്മൾ നോക്കിയത്. പക്ഷെ ഇനിയുള്ള രണ്ടാമത്തെ പോയിന്റിൽ അവരെ നമുക്ക് എങ്ങനെ പരിങ്ങലിലാക്കാം എന്ന് നോക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനായി നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച 4-4-2 ഫോർമേഷനിൽ ഹിമനേസിന്റെ കൂടെ പെപ്രയെ സ്റ്റാർട്ട് ചെയ്യണം. ചെന്നൈ നല്ല മോഹൻ ബഗാൻ എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ പെപ്രയുടെ വർക്ക് റേറ്റ് ഈ ഒരു മത്സരത്തിൽ നമ്മളെ ഒരുപാട് സഹായിക്കാൻ ചാൻസ് ഉണ്ട്. ആൽബർട്ടോ റോഡ്രിഗേസും ടോം ആൽഡ്രഡും ഒരു വലിയ ഡിഫെൻസീവ് കോട്ട തന്നെയാണ് മോഹൻ ബഗാന് വേണ്ടി ഈ സീസൺ പടുത്തുയർത്തിയിട്ടുള്ളത്. പക്ഷേ ഈ 2 പ്ലേയേഴ്സിനെ പെപ്രയുടെ ഫിസിക്കാലിറ്റിയും പേസും ഉപയോഗിച്ച് നമുക്ക് പ്രസ് ചെയ്യാനായാൽ തീർച്ചയായിട്ടും അത് അവസരങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഓപ്പണിങ്ങുകൾ മുതലെടുക്കാനുള്ള കഴിവ് തീർച്ചയായിട്ടും ഹിമനേസിലും ലൂണയിലും ഉണ്ട്. ഈ 3 പ്ലേയേഴ്സിന്റെ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കാം നമുക്ക് ഗോൾ അടിക്കാനുള്ള ഏറ്റവും വലിയൊരു ചാൻസും. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കോറൂസിനെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതല്ല. ഈ ഒരു മത്സരത്തിൽ മോഹൻ ബഗാന്റെ ലെഫ്റ്റ് വിങ്ങിൽ ലിസ്റ്റൻ കൊളാസോയും സുഭാഷിഷ് ബോസിനെയും നേരിടാൻ കോറ് കുറച്ചുകൂടെ ഡിഫെൻസീവ്ലി ശ്രദ്ധിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സെൻട്രലി കളിച്ച് ക്വിക്ക് പാസിങ്ങിലൂടെയും നല്ല മൂവ്മെന്റിലൂടെയും ചാൻസുകൾ സൃഷ്ടിക്കുന്നതാവും ഈ ഒരു മത്സരത്തിൽ നമുക്ക് പറ്റിയ ബെസ്റ്റ് അപ്രോച്ച്. ഇതിന്റെ ഒരു ക്ലിയർ എക്സിക്യൂഷൻ നമ്മൾ ചെന്നൈയിൻ FC ആയിട്ടുള്ള മത്സരത്തിൽ കണ്ടതാണ്.
പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിനല്ലല്ലോ മോഹൻ ബഗാൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ അർത്ഥം ഈ ഒരു അപ്രോച്ചിലൂടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കളി ജയിക്കാനാവുമെന്നല്ല. പക്ഷെ ഇപ്പൊ ആലോചിച്ചിട്ട് ഇതല്ലാണ്ട് വേറെ വഴിയൊന്നും എന്റെ മുമ്പിൽ തെളിഞ്ഞു കാണുന്നുമില്ല. ഈ മത്സരം നമ്മൾ തോക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പോയിന്റ് നമ്പർ 1 ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ സീസൺ ISL മോഹൻ ബഗാനെ പോലെ സെറ്റ് പീസുകളിലൂടെ ഇത്രയും ഗോൾ കണ്ടെത്തിയ വേറൊരു ടീം ഉണ്ടാവില്ല. എന്റെ കണക്ക് ശരിയാണെങ്കിൽ അവരടിച്ച 39 ഗോളുകളിൽ ഏകദേശം 18 എണ്ണവും ഒരു സെറ്റ് പീസിൽ നിന്നായിരുന്നു. ഇത് കറക്റ്റ് 50% ഇല്ലെങ്കിലും ഇറ്റ് ഈസ് സ്റ്റിൽ എ വെരി ഹൈ പെർസെന്റേജ്. ആൻഡ് ദ ഫണ്ണി തിങ് ഈസ് നമ്മൾ ഈ സീസൺ കൺസീഡ് ചെയ്ത 30 ഗോളുകളിൽ 14 എണ്ണവും സെറ്റ് പീസുകളിൽ നിന്നാണ്, ഓൾമോസ്റ്റ് 50%. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നമാണെന്ന് ഉറപ്പിച്ച് പറയാം. മോഹൻ ബഗാന്റെ ഡിഫൻഡേഴ്സിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ഈ ലീഗിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോക്സിലായിരിക്കണം നമ്മൾ അവരെ കൂടുതൽ പേടിക്കേണ്ടത്. ഇനിയിപ്പോ നമുക്ക് കുറ്റം പറയാൻ സെറ്റ് പീസ് കോച്ച് ഒന്നുമില്ല. പുള്ളിയൊക്കെ വന്നതും പോയതും ഒക്കെ ഒരു മിന്നായം പോലെ ഓർക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയേഴ്സ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ലെസ്കോവിച്ചിന് ശേഷം നമ്മുടെ ഡിഫൻസിൽ നല്ലൊരു ലീഡറിനെ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഇതിന്റെ കൂടെ ഗോൾ കീപ്പർ കോൺഫിഡൻസ് ഇല്ലായ്മയും കൂടി ആയപ്പോ ഇറ്റ് ഇസ് എ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ. ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് മിലോസ് എന്ന വൈസ് ക്യാപ്റ്റൻ മുന്നോട്ട് വരേണ്ടത്. ശരിക്കും മിലോസിനെ വൈസ് ക്യാപ്റ്റൻ ആക്കാൻ ക്ലബ് എടുത്ത തീരുമാനം അന്നും എന്നെ അമ്പരപ്പിച്ചിരുന്നു. കാരണം ഒരിക്കലും ആ ഒരു മെച്യൂരിറ്റി ഇതുവരെ മിലോസ് ഇവിടെ കാണിച്ചിരുന്നില്ല. പക്ഷേ ഇനി പിന്നോട്ട് നോക്കിയിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല, മുന്നോട്ടാണ് നമുക്ക് പോവേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി മിലോസിലും ബാക്കിയുള്ള ഡിഫൻഡേഴ്സിലും കണ്ടേ മതിയാവൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ഈ ഒരു മത്സരത്തിൽ ഈ 5 കാര്യങ്ങൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല റിസൾട്ട് നമുക്ക് എന്തായാലും കരസ്ഥമാക്കാനാവും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാം. എപ്പോഴത്തെയും പോലെ ഈ മത്സരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രഡിക്ഷനുകളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ശനിയാഴ്ച വേറെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും സ്റ്റേഡിയത്തിൽ വരാൻ ശ്രമിക്കുക, ടീമിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ മത്സരത്തിന് ശേഷം വീണ്ടും 4-5 കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.